ഫൗണ്ടേഴ്സ് ഫോർമുലയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വർഷങ്ങളിൽ നോർത്ത് ആംസിൻ്റെ ജൈത്രയാത്രയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിനു മുന്നെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. ജൈവമാലിന്യ സംസ്കരണത്തിന് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളും അതല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളും അത് വീടുകൾക്ക് സപ്ലൈ ചെയ്യുന്നതും, അതുപോലെ തന്നെ വലിയ വീടുകളിലും ക്യാൻറ്റീനുകളിലും ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രൊജക്റ്റുകളൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യ നാളുകളിൽ അത് ചർച്ച ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾക്ക് ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് മോഡലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അധികം ഡെവലപ്പ് ചെയ്യുന്നതിനോ സ്കെയിൽ ചെയ്യുന്നതിനോ സാധിക്കില്ല. നമുക്ക് ആ ലെവലിൽ വളരെ നല്ലൊരു ഇൻകം ലഭിക്കുകയും ആ ഇൻകം ലെവൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഇത് മുന്നോട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒരു ടീം ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യകത അപ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റാഫ് വരികയും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾക്ക് ഈ ഫീൽഡിൽ തന്നെ എഡ്യൂക്കേഷനുള്ള എനിക്കറിയാവുന്നതും എൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്തിട്ടുള്ള രമ്യയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. നമ്മൾക്കിങ്ങനെ സാധ്യതകൾ കൂടുതൽ വരുന്നുണ്ട്, ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളിലുള്ള വിശ്വാസവും അതല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥതയും ഒക്കെ മനസ്സിലാക്കി നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിനും ആ നാളുകളിൽ ഒരു റിസ്ക്കാണ് രമ്യയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ളത്. കാരണം ഒരു തുടക്കക്കാരൻ എന്നുള്ള രൂപത്തിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് മോഡലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രമ്യ അതിന് തയ്യാറാവുകയും ആ ചലഞ്ച് ഏറ്റെടുക്കുന്നതിനും നമ്മളുടെ ടീമിലേക്ക് വരികയും അതിനുശേഷം നമ്മൾക്ക് കൂടുതൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് ഒരു ബാക്കപ്പ് സപ്പോർട്ട് ലഭിക്കുകയും അങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും പിന്നീട് നമ്മൾ ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് സ്വന്തമായിട്ടൊരു ടീം ഡെവലപ്പ് ചെയ്യുകയും സ്വന്തമായി ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്യുകയും കൂടുതൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകൾ ഒരേ സമയത്ത് നമുക്ക് റൺ ചെയ്യുന്നതിനുള്ള ആ ഒരു ലെവലിലേക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് സാധിച്ചു. അപ്പോൾ ആദ്യകാലത്ത് നമ്മളുടെ ടീമിൽ എത്തിയിട്ടുള്ള രമ്യ ഇന്ന് നമ്മളുടെ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ 7-8 വർഷമായിട്ട് നമ്മളുടെ യാത്രയിൽ കൂടെ ഉണ്ടാവുകയും യാത്രയുടെ അതല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് രമ്യ. അപ്പോൾ അങ്ങനെ ടീം ഫോം ചെയ്യുന്നു. അങ്ങനെ ടീം ഫോം ചെയ്ത് ആദ്യത്തെ വർഷം നമ്മൾക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിനും വലിയ പ്രൊജക്റ്റുകളിലേക്ക് പിച്ച് ചെയ്യുന്നതിനും അതല്ലെങ്കിൽ പ്രൊജക്റ്റുകളിലേക്ക് എൻട്രി ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു ലെവലിലേക്ക് നമുക്ക് ടീം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് സാധിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എൻ്റർപ്രണർഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അത് നമ്മൾക്ക് ആദ്യ നാളുകളിൽ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് വഴി ആക്കുന്നതിന് അത് ഒരുപാട് നമ്മൾക്ക് പിന്നീടുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. കാരണം നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് വഴി ആക്കുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്തോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എവിഡൻസ് നമ്മൾക്ക് ബാങ്ക് ട്രാൻസാക്ഷനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് എന്താണെങ്കിലും സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ നീഡ് ഉണ്ടാകും. അതിന് മറ്റാരെയും ആശ്രയിക്കാതെ ബാങ്കുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നാളുകളിലൊക്കെ ബാങ്കുകളിൽ ഇന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ സ്കീമുകളൊന്നും ഇല്ല എങ്കിൽ പോലും ബാങ്കുകളുടെ സൈഡിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതിന് വലിയൊരു എവിഡൻസ് ആണ് നമ്മുടെ ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസ്. അത് എടുക്കുക. വളരെ വേഗത്തിൽ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ നാളുകളിൽ വാറ്റ് രജിസ്ട്രേഷനും ആദ്യത്തെ മാസം തന്നെ എടുത്തിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ആദ്യ നാളുകളിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ വളരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യ നാളുകളിൽ തന്നെ ഇത് എടുത്തുകൊണ്ട് നമ്മളിതിൻ്റെ ഫിനാൻഷ്യൽ കോസ്റ്റ് നോക്കുമ്പോൾ അതല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻസ് എടുത്ത് ഇതിൻ്റെ ഫയലിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഒരു ചിലവുണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് ഗ്രോ ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മളുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ചിന്തയിലേക്ക് പോകാതെ നിശ്ചയമായിട്ടും നമുക്ക് സമയാസമയങ്ങളിൽ എടുക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകളെല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വളർച്ചയ്ക്ക് എപ്പോഴും നല്ലത്. ആദ്യ നാളുകളിൽ തന്നെ ഈ ലൈസൻസുകളൊക്കെ എടുത്തത് നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് വരുമ്പോൾ അതിലേക്ക് ബിഡ് ചെയ്യുന്നതിനോ ഒന്നും തടസ്സമായിട്ടില്ല. ആ സമയങ്ങളിലെല്ലാം നമ്മൾക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ വാറ്റിൻ്റെ ഫയലിംഗ് അതിൻ്റെ ബാക്കപ്പ് ഡാറ്റ ഇതെല്ലാം വളരെ കൃത്യമായി
കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊന്നും ഒരു ഡ്യൂസ് ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് പേ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫയൽ ചെയ്തതിനും സാധിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വിജയകരമായിരുന്നു. കാരണം ആദ്യത്തെ മാസം വെറും 3000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് 2016 നവംബറൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ആ ഒരു വർഷം കൊണ്ട് നമ്മളുടെ സ്ഥാപനത്തിനെ എത്തിക്കുന്നതിനും അത് വലിയൊരു തുകയൊന്നുമല്ല. എങ്കിൽ പോലും സ്ക്രാച്ചിൽ നിന്ന് ആരംഭിച്ച് നമ്മൾക്ക് ഇങ്ങനെ വലിയ ഡ്രീമോ അതല്ലെങ്കിൽ ഒരു വളരെ എക്സാക്ട് പ്ലാനൊന്നുമില്ലാതെയാണ് ആരംഭിച്ചതെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ നമുക്ക് ആ നിലയിലേക്ക് ഒരു വർഷം കൊണ്ട് എത്തുന്നതിന് വേണ്ടി സാധിച്ചു. അങ്ങനെ ആദ്യത്തെ ആ ഒരു വർഷത്തിൻ്റെ കിട്ടിയ ഇൻസ്പിറേഷൻ്റെ ബേസിസിൽ നമ്മൾ മുന്നോട്ടുള്ള വർഷങ്ങളിൽ ചെറിയൊരു പ്ലാനിങ് നടത്തുകയും ഇത് നമ്മൾ വീടുകൾക്കും അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾക്കും മാത്രം കൊടുക്കുക എന്നതിന് പകരം നമ്മൾക്ക് ഈ ഒരു മോഡൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എത്ര ചെറിയ വോളിയമാണെങ്കിലും എത്ര വലിയ വോളിയമാണെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോൾ അതിനെ കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ളൊരു പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്യുകയും അതിന് വേണ്ടുന്ന ഫർദർ അപ്രൂവൽസ് അതല്ലെങ്കിൽ ഗവൺമെൻറ് അക്രഡിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും പിന്നീടുള്ള നാളുകളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം വളരെ സമൃദ്ധമായിരുന്നു, വളരെ സന്തോഷകരമായിരുന്നു. ആ നാളുകളുടെ ഉൾക്കാഴ്ചയാണ് മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമ്മുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്.